എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ചിക്കൻ കറിയും പുട്ടും ഉണ്ടാക്കുന്നത് കഴിക്കാൻ. അപ്പോൾ അതാണ് ഇടുന്നത്. അപ്പോൾ ഒരു ചട്ടി വെച്ചു, കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം ചെറിയ ഉള്ളിയാണ്, കുഞ്ഞനുള്ളി കുറച്ച് ഒരു പിടി വറുത്തെടുത്തു. അതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഓയിലാണ് ഒഴിച്ചിരുന്നത്. അതിലേക്ക് വലിയ സവാള ഒരു 2-3 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൈസ വെട്ടി വെച്ചാണ് ഇട്ട് കൊടുത്ത് നല്ല വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി 2-3 സ്പൂണ് 3 സ്പൂണോളുണ്ട്, ചെറിയ സ്പൂണിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തു. അത് നല്ല ഒന്ന് വഴറ്റി വരട്ടെ, ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 2 പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല വഴറ്റി പാകമായിട്ട് വരണം. നല്ല കൂടുതൽ വഴറ്റണമെങ്കിൽ അങ്ങനെയും വഴറ്റാം, കുറച്ചൊരു മീഡിയം ആയിട്ട് വഴറ്റി കൊടുത്താൽ അങ്ങനെയും മതി. നമുക്ക് എങ്ങനെ വേണിച്ചാൽ നമുക്ക് ഉണ്ടാക്കാം വഴറ്റലൊക്കെ. അതിന് ശേഷം തക്കാളി 2-3 തക്കാളി ഉണ്ട്, അതും അരിഞ്ഞ് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് എല്ലാം വഴറ്റി കൊടുക്കുക. ചിക്കൻ കഴുകി വാരാൻ വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നമുക്ക് വീണ്ടും എല്ലാം വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് എല്ലാം വഴറ്റുക, വീണ്ടും വഴറ്റി കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് മൂടി കുറച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ആകുമ്പോഴേക്കും നമ്മൾ നല്ല കുക്കാവും, നല്ല വെന്ത് കിട്ടും ചിക്കൻ. പാകത്തിന് വെള്ളം ഒഴിച്ച് ഗ്രേവി എത്ര ഉണ്ട് വേണം നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം, നല്ല തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ സിമ്പിൾ ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്. ആ ഉള്ളി അരച്ചതിലിട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി വറുത്തെടുത്തല്ലോ, അത് അരച്ചതിലിട്ടിട്ടുണ്ട് ചിക്കൻ കറിയിൽ. അതൊരു കുറച്ച് ഗ്രേവിയൊക്കെ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടുന്നത്. അപ്പോൾ അങ്ങനെ സിമ്പിളായൊരു ചിക്കൻ കറി പുട്ടുമാണ്.